പ്രോൺസ് വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. ഒരു 10 നമ്പറോളം പ്രോൺസ് ഒന്ന് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കും. ഇനി ഞാൻ ഒരു കടയിലോട്ട് 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു പ്രോൺസ് ചേർത്തിട്ട് ഒരു ഹാഫ് കുക്കാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ ഒരു സെയിം ഓയിലേക്ക് തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണ് കേട്ടോ. പിന്നെ ഒരു തക്കാളി ഒരു സവാള എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. സവാളയൊക്കെ ഒന്ന് കുക്കായി വരണം. അതിനുശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ബാസ്മതി റൈസാണ് 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് റൈസിന് 3 കപ്പ് തിളച്ച വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ റൈസ് ചേർത്തിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിതാ 3 കപ്പോളം നല്ലോണം തിളച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് പാകമാണെന്ന് നോക്കാം. കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വെള്ളം വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം വറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ആ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പ്രോൺസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് ഉള്ളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. രാവിലെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കൂ.